ഇതെന്താ സാധനം? ബേബി ഓയില്. എന്ത് ഓയില്? എന്ത് ബേബി ഓയില്? സുജീതം വായിച്ചവരൊന്നും തൽക്കാലം മിണ്ടാതെ അവിടെ ഇരുന്നോ. ഈ ബേബി ഓയിൽ എന്ത് ഓയിലാണ്? നിങ്ങളുടെ വിശ്വാസം ഇതെന്ത് ഓയിലാണെന്നാണ് നിങ്ങളുടെ വിശ്വാസം? എന്തെല്ലാം പറഞ്ഞാലും മൾട്ടിനാഷണൽ കുറിച്ച് നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും നന്മയുള്ളതും പറയണമല്ലോ. ഇത്രയും പ്യുവറായിട്ട് പരിശുദ്ധമായ ഒരു സാധനം മാർക്കറ്റിൽ കാണുക പ്രയാസമാണ്. ഇതിനിപ്പുറത്തൂടെ എനിക്ക് നിങ്ങളെയൊക്കെ കാണാം, നിങ്ങൾക്ക് എന്നെയും കാണാൻ പറ്റും. അത്രയ്ക്ക്. കാരണം പിഞ്ചു കുഞ്ഞിൻ്റെ മൃദുലമേനിക്കുള്ളതാണ് ഈ ഓയില്. ഈ ബേബി ഓയില് എന്ത് ഓയിലാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? സുജീതം വായിച്ചവരും മിണ്ടരുത്. ഇതിന്റെ പുറത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? എന്താണ് സംഗതി എഴുതിയിട്ടുള്ളത്? യു റീഡ് ഇറ്റ് ഫ്രം ദ ബിഗിനിങ്. പ്യുവർ, മൈൽഡ് ആൻഡ് ജെന്റിൽ. അതെ, പരിശുദ്ധമാണ്, മൃദുലമാണ്, പരമയോഗ്യതയുള്ളതാണ്. കണ്ടെയ്ൻസ് അലോവേര. ഓ, ആലോവേര, കറ്റാർവാഴയൊക്കെ ചേർന്നുണ്ട്. കുട്ടിക്ക് ഏറ്റവും നല്ല സാധനം. ആൻഡ് വിറ്റാമിൻ ഇ അസിറ്റേറ്റ്. വൈറ്റമിൻ ഇ അസിറ്റേറ്റ് ചേർത്തിട്ടുണ്ട്. Apply gently in small quantities using firm but gentle strokes before bath and for moisturizing after bath. അതിന്റെ മലയാളം ഒന്ന് പറയാവോ? ട്രാൻസ്ലേഷൻ പ്ലീസ്. കുറച്ചെടുത്തിട്ട് ശരീരത്തിലേക്ക് പരട്ടി കൊടുക്കുക. ശരീരത്തിൽ തേക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതില്? For gentle strokes using firm but gentle strokes before bath and for moisturizing after bath. അതെ, മലയാളം പറഞ്ഞു. കുളിക്കുന്നതിന് മുമ്പും കുളിച്ചതിന് ശേഷവും പരട്ടണം. എവിടെ? ശരീരത്തിൽ പരത്താൻ പറഞ്ഞിട്ടുണ്ടോ അതില്? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെയാണ് ഈ കള്ളന്മാര് നമുക്ക് വേണ്ടിടത്ത് കാണാനുള്ള കണ്ണ് വരാത്തതിന്റെ വരികൾക്കിടയിൽ വായിക്കാൻ ആ കഴിവാണ് നമുക്കിവിടെ ഇനി ഡെവലപ്പ് ചെയ്യേണ്ടത്. ഈ യുദ്ധത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് ഈ വരികൾക്കിടയിൽ കിടക്കുന്ന രഹസ്യങ്ങളെ കണ്ടെടുക്കാനുള്ള ദൃഷ്ടിയാണ്. കേസിൽ നിന്ന് രക്ഷപ്പെടണം. ഞങ്ങൾ ശരീരത്തിൽ തേക്കാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളുണ്ട് ശരീരത്തിൽ ചെയ്യുന്ന. ഞങ്ങളെന്താ ഉത്തരവാദികള്? കോഴിയുടെ പുറത്താണോ പലകപ്പുറത്താണോ തേക്കണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി മൈൽഡ്ലി പെർഫ്യൂംഡ് നോൺ സ്റ്റെയിനിങ് ഇൻഗ്രീഡിയൻസ് മിനറൽ ഓയിൽ. അതിന് മുമ്പ് എന്തോ ഉണ്ടല്ലോ ഒരു വാക്ക് വേറെ, നോൺ സ്റ്റെയിനിങ്. മൈൽഡ്ലി, അത് കഴിഞ്ഞിട്ട് മൈൽഡ്ലി പെർഫ്യൂംഡ് ഇൻഗ്രീഡിയൻസ്. അത് പറ. ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളം? ചേരുവ. ഇതിൽ ചേർത്തിട്ടുള്ളത് എന്ത്? മിനറൽ ഓയിൽ. എന്തോ ഓയില്? മിനറൽ ഓയിൽ. എന്ത് പറയാന്? അതല്ലേ ഈ ലിക്വിഡ് പാരഫിൻ, അതല്ലേ ഈ മണം നിറയില്ലാത്ത മണ്ണെണ്ണ. അപ്പൊ കുഞ്ഞിന്റെ മുതലമേനിക്ക് ജോൺസൺ ആൻഡ് ജോൺസൺസ് ബേബി മണ്ണെണ്ണയോ? നമ്മുടെ മാസികയില് ജോൺസൺ ആൻഡ് ജോൺസന്റെ ഈ കുപ്പിയും ജോൺസന്റെ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് കുഞ്ഞിന്റെ മൃദുലമേനിക്ക് ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി മണ്ണെണ്ണ എന്ന് പറഞ്ഞ് അച്ചടിച്ച് കേരളം ഒട്ടാകെ അയച്ചു കൊടുത്തിട്ട് കമ്പനിക്കാർ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ചില കടയിൽ നിന്നൊക്കെ 5ഉം 10ഉം മാസിക ഉണ്ടായിരുന്നൊക്കെ വാരിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് ചില ആളുകൾ. ആരാന്ന് എനിക്കറിഞ്ഞുകൂടാ, ചോദിക്കുകയും ചെയ്യരുത്, ഞാൻ പറയൂല. മിണ്ടിയിട്ടില്ല. അയ്യോ, നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ചതി ചെയ്യാവോ? പോട്ടെ, ഇതൊരു മണ്ണെണ്ണ പെട്രോൾ സാധനമാണെങ്കിൽ ഇതിന്റെ പുറത്ത് ഒരു തലയോട്ടിയും 2 എല്ലും കഷ്ണം കൂടെ വെച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പ് തരണ്ടേ ഇവര്? അങ്ങനെ ഒരു മുന്നറിയിപ്പിന്റെ പുറത്തുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങുമോ? ഇതിന്റെ പുറത്ത് ഇത് മണ്ണെണ്ണ, ഇത് ആപത്താണെന്നൊരു വാക്കുണ്ടെങ്കിൽ നമ്മൾ വാങ്ങി കുഞ്ഞിന്റെ പുറത്ത് തേക്കുവോ? എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചാലുണ്ടല്ലോ, അന്തസ്സായിട്ട് ആ വീട് വരെ നമുക്കൊന്ന് പോണമെങ്കിൽ ജോൺസൺ ആൻഡ് ജോൺസൺ. എന്ത്? എന്റെ കുഞ്ഞിന് ഏതെങ്കിലും പോരെന്നോ? അത് ഞാൻ എന്തോന്നറിയാം. ആർക്ക്? കൊച്ചിന്റെ തന്തപ്പടിക്കുകയും. എന്റെ കുഞ്ഞിന് ജോൺസൺ ആൻഡ് ജോൺസൺ തന്നെ വേണം, നിർബന്ധമാണ്. പൂതന പോയ പോലെയാണ് പോണത്. നിങ്ങളുണ്ടേ, നിങ്ങളിൽ എത്ര പേർക്ക്
കുഞ്ഞിനെ കാണാൻ പോകുമ്പോൾ ഈ സാധനം കൊണ്ട് പോകാതിരിക്കാനുള്ള മനധൈര്യമുണ്ട്. വളരെ നല്ലത്. പക്ഷേ നിങ്ങളെക്കുറിച്ച് അവരെന്താ വിചാരിക്കുക എന്നറിയാവോ? കൺട്രി ജാതികള്. ഒരു കുപ്പി വെളിച്ചെണ്ണ എടുത്ത് പൂളിട്ട് മുറുക്കി കൊണ്ടുവന്നേക്കാണ് കുഞ്ഞിന്റെ മൃതലവേദിക്ക്. ജോൺസൺ ആൻഡ് ജോൺസൺ കൊണ്ടുവരാണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ അവർ തരില്ല കേട്ടോ. സീതം വായിച്ചതിന് ശേഷമാണ്. അല്ല, ഇവരല്ല, ഇവര് നേരത്തെ തന്നെ വർമാജിയൊക്കെ ഇട്ട്. പക്ഷേ അത് നമ്മളെത്ര റെയർ കമ്മോഡിറ്റിയാണ്. ഈ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പ്രൊട്ടക്ഷൻ കിട്ടേണ്ട വിഭാഗമായിപ്പോയി നമ്മൾ ഈ സമൂഹത്തിൽ. ബാക്കി മുഴുവൻ ആളുകളും ഇതിൻ്റെ പുറകെ ഇതിനോട് ആദരപൂർവം അത്ഭുതപൂർവം ആരാധകരായി കൈകൂപ്പി പാടുപെട്ട് പണിയെടുത്തുണ്ടാക്കിയ കാശ് കൊണ്ട് കൊടുക്കുകമാർക്ക്. ലോകത്തെ ഏറ്റവും ബഹുമാനപ്പെട്ട കമ്പനി എന്നുള്ള അവാർഡിന് 3 കൊല്ലം തുടർച്ചയായിട്ട് ഈ കള്ള കമ്പനി ജോൺസൺ ആൻഡ് ജോൺസൺ ആണ് അധിപൻ. ഈ അമേരിക്കൻ കമ്പനി. അമേരിക്കയിൽ നിന്ന് ചൈനയിലെ അമ്മമാര് കടകളിലേക്ക് കയറി ജോൺസൺ ആൻഡ് ജോൺസന്റെ ഉൽപ്പന്നങ്ങൾ എടുത്ത് റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ജോൺസൺ ആൻഡ് ജോൺസൺ ഇപ്പോൾ മണ്ണെണ്ണയാണ്, പെട്രോളൊക്കെ ആണെങ്കിൽ ഒരു വാണിങ് എൻ്റെ പുറത്ത് ദുഷ്ടന്മാർ എഴുതണ്ടേ? അങ്ങനെ എഴുതിയിട്ടുണ്ടോ? വാണിംഗ് ഉണ്ട്. ഉണ്ട് കേട്ടോ. പേടിക്കണ്ട, വാണിംഗ് ഉണ്ട്. ഓ, വാണിംഗ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മേടിക്കൂലായിരുന്നു എന്ന് ആരൊക്കെയോ പറഞ്ഞില്ലേ ഇവിടെ ഇരുന്നിട്ട്. വായിക്ക്, വാണിംഗ് വായിക്ക്. ഫോർ എക്സ്റ്റേണൽ യൂസ് ഓൺലി. പുറത്ത് പുരട്ടാൻ മാത്രം. പുറത്ത് പുരട്ടുന്ന സാധനം ഒന്നും അകത്തോട്ട് കയറൂല്ലേ? രോമകൂപങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിലൂടെ വയർപ്പ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അകത്തേക്കും കയറും. യെസ്. കീപ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ. എന്റെ റബ്ബേ, കുട്ടികളെ തൊടിയിച്ചു പോരുന്ന്. കീപ് ഔട്ട് ഓഫ് ദ റീച്ച് ഓഫ്. കീപ് ഔട്ട് ഓഫ് ദ റീച്ച് ഓഫ് ചിൽഡ്രൻ. നമ്മുടെ ഒരു വട്ടേ, നിസ്സാര വട്ടൊന്നും അല്ലട്ടോ നമുക്ക്. കുട്ടികളെ തൊടിയിക്കുന്ന അവരെഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണാവോ കുട്ടികളെ തൊടിക്കാതിരിക്കേണ്ടത്? തൊടിച്ചാൽ എന്താ പറ്റുക? ടു അവോയ്ഡ് ആക്സിഡന്റൽ ഡ്രിങ്കിങ്. അവർ അബദ്ധത്തിലെടുത്ത് കുടിക്കാതിരിക്കാനും. ഇൻഹലേഷൻ which can cause serious injury. എന്നുവെച്ചാല് ഇത് ശ്വസിച്ചാൽ മാരകമായ മരണകാരണമായ അപകടം ഉണ്ടാകും, പരിക്കുണ്ടാകും. കുഞ്ഞിന്റെ മേത്ത് തേച്ചിട്ടേ, ജോൺസൺ ആൻഡ് ജോൺസൺ തേച്ചിട്ട് കുട്ടിയുടെ മൂക്ക് ശ്വസിക്കാതിരിക്കാൻ പുറത്തു കൊണ്ടുപോയി ഫിറ്റ് ചെയ്തേക്കണം. ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്. ഡിസ്കണ്ടിന്യൂ യൂസ് ഇഫ് സ്കിൻ ഇറിറ്റേഷൻ അക്കേഴ്സ്. ഇത് പറ്റുമ്പോഴേ ത്വക്കിന് വല്ല പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലേ അങ്ങനെ നിർത്തിയേക്കാൻ. തിരിച്ചു കൊണ്ടുവന്ന കാശ് തിരിച്ചു തന്നവൻ എഴുതിയിട്ടുണ്ടോ? അതുണ്ടാവില്ല. അത് നിങ്ങളുടെ കുട്ടിയുടെ കുഴപ്പമാണ്, അല്ലാണ്ട് ഞങ്ങളുടെ കുഴപ്പമൊന്നുമല്ല. ഓസ്ട്രേലിയയിൽ 2 കുട്ടികൾ കളിക്കുമ്പോൾ തലവഴി കോരി ഒഴിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. അമ്മ ഇത് കണ്ട് ഉടനെ തന്നെ കുട്ടികളെ കുളിപ്പിച്ച് ജോലിക്ക് പോയി. അവർ നോക്കിയപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺസ് ഓയിലല്ലേ, ദിവ്യ സാധനമല്ലേ, ഇത് ഒലിവ് ഓയിലാണെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. ഞാൻ എവിടെ ചോദിച്ചാലും എല്ലാവരും കൂടെ ഒലിവ് ഓയിലായിരിക്കും. ആയിരിക്കുമെന്നല്ല, ആണ്. പക്ഷേ ഉച്ചയായപ്പോൾ ആയ വിളിച്ചു. കുട്ടികൾ 2 കുഴഞ്ഞു വീണു, ഛർദി, വയറിളക്കം. ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അമ്മ ഓടി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ബേബി ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എന്നാൽ പിന്നെ ഒട്ടും ഒന്നും ചെയ്യാനില്ല, 2 ആഴ്ച കൊണ്ടേ കുട്ടികൾ മരിക്കുകയുള്ളൂ, 2 ആഴ്ച കൊണ്ട് മരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിസ്സഹായരായിട്ട് 2 ആഴ്ച ഈ കുട്ടികളുടെ മരണത്തിന് മുമ്പിൽ അവർ നിന്നു. അവരുകൊണ്ട് കേസ് കൊടുത്തു. $25 ലക്ഷം നഷ്ടപരിഹാരത്തിന് കോടതി വിധി കിട്ടി. മഹാരാഷ്ട്രയിലെ ഒരു കേസ് വന്നു ഉപഭോക്തൃ കോടതിയിൽ ഇവർക്കെതിരെ. ആ കേസ് വന്നതിന് ശേഷമാണ് ഇവർ ഈ വാണിങ് ഇതിലടിക്കാൻ തുടങ്ങിയത്. തായ്ലാൻഡിൽ ഞങ്ങൾ പോയിട്ട്, ഞാനും സൗമ്യവും പോയി തായ്ലാൻഡിലെ കടകളിൽ കയറി അവിടെ കാണിക്കാനായിട്ട്. അപ്പോൾ ബാങ്കോക്കിൽ വിൽക്കുന്ന ജോൺസൺ ആൻഡ് ജോൺസൺ സാധനങ്ങളിൽ ഈ മുന്നറിയിപ്പ് ഉണ്ട്. അതേസമയം തായ്ലാൻഡിന്റെ തെക്കൻ പ്രവിശ്യകളിലേക്ക് ചെന്നപ്പോൾ കോങ് കാൻ എന്ന് പറഞ്ഞൊരു നഗരത്തിൽ ചെന്നു.
അവിടെ ചെന്ന് ഞങ്ങൾ വലിയ കാര്യത്തിന് ഈ വാണിംഗ് കാണിച്ചിട്ട് അതുകൊണ്ട് എടുത്തപ്പോഴേ അവിടെ വിൽക്കണ ജോൺസന് വാണിംഗ് ഇല്ല. ഇതിൻ്റെയൊക്കെ ഒരു തട്ടിപ്പ് നോക്കണേ. ഈ ആളും തരവും നോക്കിയുള്ള കച്ചവടം എന്ന് പറയുന്ന പോലെ ഓരോ പ്രദേശത്തും എവിടെയെങ്കിലും ഒരു ഉപഭോക്തൃ കേസ് വന്നാൽ അവിടെ മാത്രം അങ്ങനെ എഴുതും. എഴുതിയിട്ട് എന്ത് കാര്യം? എഴുതിയില്ലെങ്കിൽ എന്ത് കുഴപ്പം? നമ്മൾ ഇതൊക്കെ തന്നെ മേടിച്ചേ കൊടുക്കുകയുള്ളൂ. ഇത് നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ അയൽവക്കാരെ ഒന്ന് കാണിക്കാൻ കഴിയുന്നതോടെ നിങ്ങൾക്ക് പ്രകൃതിക്കാരെന്നുള്ള പരിഹാസം മാറി കേട്ടോ. നിങ്ങളെ അവർ ബഹുമാനത്തോടെ നോക്കാൻ തുടങ്ങും. അവർക്കില്ലാത്ത ബുദ്ധി നിങ്ങൾക്കുണ്ടെന്ന് അവർ തിരിച്ചറിയും. അതിന് കാരണം ഇവർ ഈ കൺട്രി ജാതിയെ പറയുള്ളൂ, വികസന വിരുദ്ധരും പുരോഗമന വിരുദ്ധരും, ആ ഒരു ധാരണ. അതേസമയം ഇതിലൂടെ എത്തിക്കാൻ സാധിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പ്രകൃതി പറയലിപ്പോൾ നിർത്തി. ഞാൻ ഈ മാസിക ഗിഫ്റ്റായിട്ട് എൻ്റെ ബന്ധുക്കളുടെ വീടുകളിലേക്ക് അയക്കാൻ തുടങ്ങി. എൻ്റെ ബന്ധുക്കൾ ഞാൻ പോലും അറിയാതെ നേച്ചർ ലൈഫിൽ വന്ന് കിടക്കുന്നു. അങ്ങനെ പല തരത്തിലാണ് മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമുള്ള സമീപന രീതി എന്താണ് എന്ന് നിശ്ചയിക്കാൻ അതിനൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം. CD കൊടുത്ത് CD കേൾക്കുന്നവന് CD കൊടുക്കണം. വല്ലതും രണ്ടക്ഷരം വായിക്കുന്നവന് മാസിക കൊടുക്കാം. റേഡിയോ കേൾക്കുന്നവരാണെങ്കിൽ ജീവനം കേൾക്കാൻ പറയാം. അതുപോലെ TV-യിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആരുടെയൊക്കെ ഇൻ്റർവ്യൂ വരികയാണെങ്കിൽ പരസ്പരം SMS അയച്ചും വിളിച്ചു പറഞ്ഞുമൊക്കെ അതൊക്കെ കേൾക്കാൻ. ഇപ്പം മാതൃഭൂമിയിൽ മായുന്ന മാമ്പഴക്കാലം വരുമ്പോൾ വായിച്ചോ ആ പേജ് ആരും വായിക്കില്ല. ബസ് അപകടമൊക്കെ ഉള്ളതൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ ഇങ്ങനെ മറിച്ചു വിടുന്നത്. എവിടെ കൊലപാതകം ഉണ്ടായി അതൊക്കെ വായിക്കുന്ന ധാരാളം വായനക്കാരുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് വായിക്കാനുള്ള പ്രേരണ കൊടുക്കണം. പല രീതിയിലാണ് നമ്മൾ ഈ സമൂഹത്തെ നമ്മളോടൊപ്പം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ടത്. ഇത് മണ്ണെണ്ണയാണെങ്കിലേ അതെങ്ങനെയാ കത്തുക? ഒന്ന് നനച്ചേ, മൊത്തം ഒന്ന് നനച്ചോളൂ. ഏതാ ഇത്? ഇന്ത്യൻ ബോട്ടിലാണ്. ഇവിടെ കിട്ടുന്ന ബോട്ടിലുകളിലുണ്ട്. കാരണം മഹാരാഷ്ട്രയിൽ ഇവർക്കെതിരെ കേസ് വന്നതിന് ശേഷം ഓൾ ഇന്ത്യ തലത്തിൽ അവരത് ചെയ്യാൻ നിർബന്ധിതരായി. ഒന്ന് കത്തിച്ച്. നമ്മുടെ കുട്ടിയുടെ ദേഹത്ത് നമ്മൾ തേച്ചു വിടുന്ന സാധനം എങ്ങനെയുള്ളതാണെന്ന് അറിയണമല്ലോ. ഇല്ല, അങ്ങനെയൊന്നും ഇതിൽ മറ്റ് കെമിക്കൽസ് ചിലതൊക്കെ ഉള്ളതുകൊണ്ട് മണ്ണെണ്ണയങ്ങ് കത്തുന്ന പോലെ കത്തിന്ന് വരില്ല. ഇല്ല, അവിടെ പലകയും പാത്രമുണ്ട്. എന്താ ഇത്? റിഫൈനറിക്ക് തീ പിടിച്ചോ ഭഗവാനെ? പുക ഉണ്ടോ? താഴേക്ക് ഇറങ്ങിക്കോ. ഇങ്ങനെയുണ്ട് പുക. വെളിച്ചെണ്ണ കത്തുന്ന പോലെയാണോ? മണ്ണെണ്ണയോ ക്രൂഡ് ഓയിൽ കത്തുന്ന പോലെ? ക്രൂഡ് ഓയിൽ കത്തുന്ന പോലെ. എന്നെ അന്വേഷിച്ചാ പുക വരുന്നത്? അതെ 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 അതെ. എന്തായാലും സാധാരണ ഒരു തുണി കത്തുന്ന പോലെയല്ല കത്തുന്നത്. വെളിച്ചെണ്ണ മുക്കിയ തുണി കത്തുന്ന പോലെയുമല്ല. എന്താ ജോൺസന്റെ ഒരു വീര്യം! ജോൺസൺ തേച്ച കൊച്ചും ഇതുപോലെ ആളിക്കത്തും. ഇത് അല്പനേരം കൂടെ നമ്മളൊന്ന് കാണണം. ഇനി വരാൻ പോകുന്നുണ്ട് ഇതിന്റെ വേറൊരു ഭീകരത. എത്ര ലക്ഷം കുട്ടികൾക്ക് ഇവൻ ത്വക്ക് രോഗങ്ങളും ക്യാൻസറും സോറിയാസിസ് ഭീകരതകൾ നൽകിയിട്ടുണ്ട്. അലർജി, ആസ്തമ. എത്ര ലക്ഷം കുട്ടികളെ ലോകത്ത് ഇവൻ നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇനി വേറൊന്ന് നിങ്ങൾക്കറിയാമോ? ജോൺസൺ ആൻഡ് ജോൺസന് 65ഓളം കമ്പനികളുണ്ട്. അതിലൊരു കമ്പനി ഇതുണ്ടാക്കുന്ന രോഗങ്ങൾക്കുള്ള മരുന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ക്യാൻസറിന്റെ മരുന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകൾ വരെ, അവനുണ്ടാക്കുന്ന മരുന്നിന്റെ ദോഷങ്ങൾക്കുള്ള മരുന്നുകൾ വരെ ജോൺസൺ ആൻഡ് ജോൺസൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉൽപ്പന്നങ്ങളിലൂടെ രോഗം ഉണ്ടാക്കി മരുന്ന് കൊടുക്കുക, ആ മരുന്നിലൂടെ ആ മരുന്നുണ്ടാക്കുന്ന രോഗങ്ങൾക്കുള്ള മരുന്ന് വേറെ ഉണ്ടാക്കുക. ഇപ്പോൾ ബഹുമാനപ്പെട്ട ജോൺസൺ ഒന്ന് കത്തി, ഒന്ന് കലിയൊന്ന് അടങ്ങി, ഇപ്പൊ ചാരമായി. ഇനി ഈ ചാരം പിന്നെ കത്തിച്ചാൽ കത്തുവോ? ഈ ചാരം പിന്നെ കത്തിച്ചാൽ കത്തുവോ? ഇല്ല. ജോൺസൺ അല്പം കൂടി ഒഴിച്ച്, വേഗം ഒഴിച്ച്, കിടുന്നതിന് മുമ്പ് ഒഴിക്ക്. അനക്കല്ലേ ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഒഴിച്ചോ ശരിക്കും ഒഴിച്ചോ മുഴുവൻ മൊത്തം ഒന്ന് നനച്ചു കൊടു. ഇപ്പൊ കത്തുന്നത് ആര്? ബഹുമാനപ്പെട്ട ജോൺസൺ ആൻഡ് ജോൺസൺ. തുണി തീർന്നു. ദാ കണ്ടോളൂ ജോൺസന്റെ തനി രൂപം. ഇപ്പോഴത്തെ പോകാൻ നോക്കിയേ. പ്രകൃതി ചികിത്സ ചെയ്യുക എന്ന് പറയുമ്പോൾ ചൊറി മാറ്റാനുള്ള ചികിത്സയാണെന്ന് കരുതിയിട്ടുള്ള തെറ്റിദ്ധാരണ ആർക്കെങ്കിലും മാറ്റിക്കോ. ഇതുപോലുള്ള ദുഷ്ട കമ്പനികൾക്കെതിരായ ജീവിക്കുന്ന പോരാട്ടമാണ് നാം ഓരോരുത്തരും നടത്തുന്നത്. ഇവിടെയാണ് യുദ്ധം. ഈ യുദ്ധത്തിൽ സത്യത്തിന്റെ ഭാഗത്ത്, നീതിയുടെ ഭാഗത്ത് നിന്നുള്ള പോരാട്ടത്തിനാണ് നിങ്ങളെ നേച്ചർ ലൈഫ് ഇന്റർനാഷണൽ ക്ഷണിക്കുന്നത്. ഇനി അടുത്ത് മാറ്റിക്കോ. ഇനി നമുക്ക് പലക സഹിതം എടുത്തോളൂ. ഇവിടെ ഒരു യുദ്ധമുഖം. ഈ യുദ്ധത്തിലെ ആധുനിക പാണ്ഡവന്മാർ, ഇപ്പം ഞാൻ പറഞ്ഞ ആ യുദ്ധം, ഒരു ഭാഗത്ത് ഭീകരരായ മൾട്ടിനാഷണൽ കമ്പനികളും അമേരിക്കയെ പോലുള്ള ഭരണകൂടങ്ങളും, ഇപ്പുറത്ത് വേറെ ഭാഗത്ത് വേറെ ചില ഭരണകൂടങ്ങളും ഭീകര പ്രസ്ഥാനങ്ങളും ഒക്കെയുണ്ട്. രാഷ്ട്രീയം വേറെ തരത്തിലുണ്ട്, മതപരമായിട്ടുള്ള ഉണ്ട്. അതിനിപ്പുറത്ത് പുതിയൊരു ശക്തി ഉദയം ചെയ്തു വരികയാണ്. അത് നമ്മുടെ ധാർമ്മികതയിൽ അടിയുറച്ച, സ്വന്തം ജീവിതത്തെ തന്നെ പടവാളാക്കി മാറ്റിക്കൊണ്ട്, പോരാട്ടത്തിൻ്റെ ആയുധമാക്കി സ്വന്തം ജീവിതത്തെ മാറ്റിക്കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്ന പുതിയൊരു ശക്തി. ഇത്തരമൊരു ശക്തിയാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയത്. ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയ ആത്മശക്തിയിലൂടെ അടിയുറച്ച ആ ഒരു മുന്നേറ്റത്തെ ഈ കാലഘട്ടത്തിന് ഏറ്റവും യോജിച്ച രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു തുടക്കമാണ് നിങ്ങളിലൂടെ നാം ഇന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ നാളെ തുടങ്ങിയുള്ള നമ്മുടെ ക്ലാസ്സുകൾ വളരെ പ്രത്യേകതയുള്ളതാകുന്നത് അതിൻ്റെ 3 ഡയമെൻഷണൽ 3D, കേവലം പ്രകൃതി ചികിത്സ, മറ്റ് സ്ഥലങ്ങളിൽ കാണുന്ന പ്രകൃതി ചികിത്സ എന്നതിനേക്കാളും അതിൻ്റെ ഈ ത്രിമാന തലങ്ങളാണ്. അതിൻ്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ തലങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ലോകത്താരും ആർക്കും ഒന്നും വെറുതെ കൊടുക്കുന്നില്ല. വലിയ മീനിനെ കിട്ടണമെങ്കിൽ ചെറിയ മീനിനെ ഇര കൊടുക്കും. വലിയ മീൻ വെറുതെ കിട്ടുന്ന മീനല്ലേ ചെന്ന് തിന്നാന്ന് കരുതും. സെൻട്രൽ എന്ന് പറഞ്ഞ ഒരു മരുന്ന്, ആൽബൻഡസോൾ, എന്തിനുപയോഗിക്കുന്നതെന്നറിയാവോ? വരയെ കൊല്ലാൻ. വരയെ കൊല്ലാൻ. വര എവിടെയാണ്? വയറ്റിൽ. അപ്പോൾ വയറ്റിലിട്ട് ഒരെണ്ണത്തെ കൊല്ലണം. അപ്പോൾ വയറ്റിൽ കിടക്കുന്ന വിര ചാകണമെങ്കിൽ ആ വിര ചാകുന്ന രീതിയിലുള്ള വിഷം ഉള്ളിൽ ചെല്ലണം. ഉള്ളിൽ ചെല്ലുന്ന വിരയെ കൊല്ലാൻ കഴിവുള്ള വിഷം വിരയെ മാത്രം പേര് പറഞ്ഞ് വിളിച്ചിട്ട് വിരയെ മാത്രം കൊന്നു വിടുവോ? വിര എന്ന് പറയുന്നത് കോടിക്കണക്കിന് കോശങ്ങളുള്ള ഒരു ജീവിയാണ്.
മനുഷ്യ ശരീരം 100 ട്രില്യൺ കോശങ്ങളുള്ള ഒരു ജീവിയുടെ ശരീരമാണ്. അത്രയും കോടി കോശങ്ങൾ വിലക്കില്ലാത്തതുകൊണ്ടാണ് അത് ചെറുതായിരിക്കുന്നത്. പക്ഷേ ഈ മനുഷ്യ ശരീരത്തെ നിലനിർത്തുന്നത് 100 ട്രില്യൺ കോശങ്ങളുടെ 10 ഇരട്ടി വരുന്ന അണുക്കളാണ് എന്ന് മെഡിക്കൽ ടെക്സ്റ്റുകൾ പറയുന്നു. അത് ഞാൻ നാളെ കാണിച്ചു തരാം. ഈ വായയിൽ ദഹിപ്പിക്കാൻ നിൽക്കുന്ന ബാക്ടീരിയകൾ, ഫുഡ് പൈപ്പിലുള്ള ബാക്ടീരിയകൾ, വയറ്റിൽ ദഹനം നടത്തുന്നതിന് മൈക്രോബ്സ്, വൻകുടലിൽ 500 തരത്തിലുള്ള അണുക്കളെ വരെ ഇപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. കഴിക്കുന്ന ഭക്ഷണം മലമാക്കി മാറ്റുന്നത് അവരുടെ ജോലിയാണ്. നമ്മുടെ ബീജങ്ങളുണ്ടല്ലോ, അത് ഏകകോശ ജീവനുള്ളതാണോ? ബീജത്തിന് ഏകകോശമാണ്, ഒറ്റ കോശമുള്ളൂ, കണ്ണി കാണാൻ പറ്റില്ല. അതിന് ജീവനുണ്ടോ? ഉണ്ട്. അപ്പം അതൊരു അണുവാണോ? ബാക്ടീരിയ പോലെയാണോ? ഒരു ബാക്ടീരിയയും ഈ ബീജവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യും. ഈ മൾട്ടിപ്ലൈ അങ്ങനെ ചെയ്യുന്നില്ല, അണ്ഡവുമായിട്ട് കൂടിയ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ഈ ബീജത്തിലെ ജീവനും ബാക്ടീരിയയുടെ ജീവനെ കൊല്ലുന്ന ഒരു ആൻറ്റിബയോട്ടിക്കും അതിനേക്കാളുമൊക്കെ കോടിക്കണക്കിന് കോശങ്ങളുള്ള വിരയെ കൊല്ലുന്ന ആൽബൻഡസോൾ എന്ന് പറയുന്ന ഈ സെൻട്രൽ എന്ന് പറയുന്ന ഗുളിക, ഈ മരുന്നും വിരയെയും മൈക്രോബ്സിനെയും ബാക്ടീരിയയെയും ജീനിനെയും അല്ലെങ്കിൽ ബീജത്തെയും അണ്ടത്തെയും ഒക്കെ കൊല്ലില്ലേ? കൊല്ലും. ശരീരത്തിൻ്റെ സംരക്ഷാ ശ്രമങ്ങൾ, പ്രൊട്ടക്റ്റീവ് ഫോഴ്സസ് ഈ മരുന്നിനെ അതിജീവിച്ച് വളരെ പെട്ടെന്ന് തന്നെ ശരീരത്തിന് വേണ്ട അണുക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ കാര്യം പോക്കാണ്. എത്ര പ്രൊട്ടക്റ്റ് ചെയ്താലും കോടിക്കണക്കിന് ചാകും. കോടാനുകോടിയുള്ളതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കും. ഈ സെൻട്രൽ എന്ന് പറഞ്ഞ മരുന്ന് ഏത് കമ്പനി ഉണ്ടാക്കുന്നതാണെന്നറിയാമോ? GSK ഉണ്ടാക്കുന്നതാണ്. ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ ബീച്ചം. പോളിയോ മരുന്നുണ്ടാക്കുന്ന ഈ കള്ള കമ്പനിയാണ്. ഞാനിപ്പോൾ കള്ള കമ്പനി എന്ന് വിളിക്കുന്നതിൻ്റെ പേരിൽ എൻ്റെ CD ഒക്കെ ഇറങ്ങാൻ പോവുകയാണ്. അവർക്ക് എൻ്റെ പേരിൽ കേസ് കൊടുക്കാം, മാനനഷ്ട കേസ് കൊടുക്കാം. അവരുടെ ഒരു കേസ് വന്നാൽ കോടികളായിരിക്കും നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരിക. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഇത് ദുഷ്ട കമ്പനി കൂടിയാണ്, കള്ളക്കമ്പനി മാത്രമല്ല. ഈ സെൻട്രൽ എന്ന് പറഞ്ഞ മരുന്ന് GSK ഇറക്കുമ്പോൾ വിരയ്ക്ക് വേണ്ടി ഇറക്കുന്നത്. കുട്ടികൾക്കെല്ലാം വിരശല്യമാണ് ഇപ്പോൾ. ഈ വിരശല്യം കുട്ടികളിൽ എങ്ങനെ ഉണ്ടാകുന്നു? ഈ കമ്പനി തന്നെ ഉണ്ടാക്കുന്നതാണോ? ഹാർലിക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആരാ ഉണ്ടാക്കുന്നതെന്നറിയാവോ? GSK തന്നെ. ഹാർലിക്സ് കഴിക്കുന്ന കുട്ടിക്ക് വിരയുണ്ടാകും. അത് വിരയുണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ ഹാർലിക്സ് കുടിക്കുന്ന കുട്ടിക്ക് വിരയുണ്ടായാൽ കമ്പനിക്ക് അങ്ങനെ വെറുതെ നോക്കി നിൽക്കാൻ പറ്റുമോ? സഹായിക്കണ്ടേ? അവർ സെൻട്രൽ ഇറക്കുന്നു. അപ്പോൾ വിര മരുന്നിന് അവൾ സെൻട്രൽ കൊടുത്തു. ഈ സാധനം ഉള്ളിൽ ചെന്ന കുട്ടിയുടെ കഷ്ടകാലം തുടങ്ങി. ഒരു 30ഓളം രോഗങ്ങൾക്കുള്ള വാതിലുകളാണ് അവിടെ തുറയുന്നത്. അൾസറും മലബന്ധവും ആസ്തമയും ആർത്രൈറ്റിസും ക്യാൻസറും ഒക്കെയായിട്ട് മാനസിക രോഗങ്ങൾ വരെയാണ് ആ കുട്ടിയെ കാത്തിരിക്കുന്നത്. പിന്നെ GSK മരുന്നുകളുടെ വിൽപ്പനയുടെ ആഘോഷം നടത്തും. ഇതാണ് മരുന്ന് കമ്പനി. ഇനി ഇവർക്കെല്ലാം പല കമ്പനികൾ പല പേരിൽ അറിയപ്പെടുന്ന കമ്പനിയായിരിക്കും. ആരാ ഇതിൻ്റെയൊക്കെ മുതലാളി? ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് വെൽ പ്ലാൻഡാണ് ഈ യുദ്ധം. നമുക്ക് പോലും രക്ഷപ്പെടാനാവാത്ത രീതിയിൽ നമ്മെ വരിഞ്ഞു മുറുകിയിരിക്കുകയാണ് ഈ ദുഷ്ട കമ്പനികളും അവരുടെ കങ്കാണി കമ്പനികളും അവരുടെ പദ്ധതികളും. ഇപ്പോൾ പ്രകൃതി ചികിത്സകർ മൈദ ഉപയോഗിക്കരുത്, പഞ്ചസാര ഉപയോഗിക്കരുത്, നിങ്ങളെ കൊണ്ട് തോറ്റു. ഒരു സാധനവും തിന്നാൻ സമ്മതിക്കുകയില്ല. ബേക്കറിയുടെ നേരെ നോക്കാൻ പോലും സമ്മതിക്കുകയില്ല. ഈ രുചിയുള്ള ഭക്ഷണമൊക്കെ വേണ്ടാന്ന് വെച്ച് ബിരിയാണി കഴിക്കാണ്ടെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും വികാരം കൊള്ളും. പക്ഷെ എന്തുകൊണ്ട് പ്രകൃതി ചികിത്സകർ അത് കഴിക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സാധനങ്ങളോട് നോ പറയുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇന്നത്തെ സമൂഹം ഉറപ്പാണ് നമ്മളോടൊപ്പം വരും. അത് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ ഇത് ഉറക്കെ വിളിച്ചു പറയാൻ തയ്യാറായേ മതിയാകൂ. ഈ പ്രപഞ്ചത്തിൻ്റെ ഭാവി തലമുറയുടെ നിങ്ങളുടെ കൂടെ രക്ഷയ്ക്ക്. ഇവിടെ ഒരു യുദ്ധം ആരംഭിച്ചിട്ട്
ഏകപക്ഷീയമായി മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിലാണ് നമ്മെപ്പോലുള്ള കുറച്ചു പേരുടെ ധാർമ്മികമായ പ്രതിരോധം ഉയരുന്നത്. അതുകൊണ്ടാണ് 50 പേരിൽ നിർത്തണമെന്ന് ജോൺ സാർ പറഞ്ഞപ്പോഴും അല്ല, സാറിനേക്കാൾ ഇത്തിരി കൂടി അക്ഷമ എനിക്കുണ്ട്, കുറേ കൂടെ കഴിയുന്നത്ര ആളുകൾ ഇത് കേട്ട് പുറത്തേക്ക് പോയി 1 കൊല്ലത്തിനുള്ളിൽ 10,000 പേരെ പരിശീലിപ്പിച്ച് കേരളത്തിലേക്ക് വിട്ടാൽ ബാക്കി പണി അങ്ങനെ നടന്നോളും. അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് ഈ പ്രകൃതി ചികിത്സാ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ആണ് നമ്മുടെ ഈ മൊത്തം ക്യാമ്പിൻ്റെ ലക്ഷ്യം. ഇതാണ് മരുന്ന്. എന്താ സാധനം എന്നറിയാമല്ലോ? വിക്സ് ആക്ടൻ 500. ഇത് ലോകാരോഗ്യ സംഘടന നിരോധിച്ചിട്ടുള്ള ഒരു പാഷാണമാണ്. വിക്സ് ഗുളികയും ഈ വിക്സ് ആക്ഷൻ 500 തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷെ വിക്സ് ഒരു ആയുർവേദ സാധനമാണ്, മിഠായി ആണെന്നുള്ളൊരു രീതിയിൽ വിറ്റ് ആ വിക്സിന് കിട്ടിയിട്ടുള്ള പ്രചാരം മുഴുവൻ കൂടെ വിക്സ് ആക്ഷൻ 500 എന്നുള്ള പുതിയ പേര് കിട്ടിയേക്കുകയാണ്. ഇത് ഇന്ത്യൻ ഡ്രഗ് കൺട്രോളറുടെ കൈക്കൂലിയുടെ തെളിവാണ്. ഇങ്ങനെ ഒരേ പേരിൽ 2 വ്യത്യസ്തമായ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ഡ്രഗ് കൺട്രോളർ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ 1 കോടി 2 കോടിയൊക്കെ കീശയെ കിട്ടിയാൽ ഡ്രഗ് കൺട്രോളർമാർക്ക് കഴിക്കില്ല എന്നുള്ളത് കൊണ്ടും 1,70,70,000 എന്താണ് കോടി 17,000 കോടിയോ അയ്യോ വായിച്ചിട്ടും നമുക്ക് നമ്മുടെ തലയിൽ കയറണില്ല മാഷെ. അത്രയും ലക്ഷങ്ങളുടെ കോടികളൊക്കെ അഴിമതി നടക്കുന്ന നാട്ടിൽ ഈ അഴിമതിയൊക്കെ ഇപ്പോൾ ഒന്നും അല്ലാണ്ടായിട്ടുണ്ട്. നിമേസുലൈഡ് ടാബ്ലറ്റ്, നൈസിപ്, നിമേജസിക്, നിമിലിഡ് സുപ്പീരിയർ ടു പാരാസിറ്റമോൾ. പാരാസിറ്റമോളിനേക്കാൾ വളരെ പെട്ടെന്ന് ഫലം തരുന്നത് കൊണ്ട് ഡോക്ടർമാരുടെ പ്രിയപ്പെട്ട ടാബ്ലറ്റാണ്. 1994 3M ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി ഈ മരുന്ന് കണ്ടുപിടിച്ചു. വളരെ ഫലപ്രദം. പക്ഷെ അമേരിക്ക വിൽക്കാൻ സമ്മതിച്ചില്ല. ബ്രിട്ടൻ, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ വിൽക്കാൻ സമ്മതിച്ചില്ല. ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം വിൽപ്പന തുടങ്ങി. 2 കോടി കീശലിട്ട് കൊടുത്താൽ കണ്ണടക്കുന്ന രാജ്യങ്ങളെല്ലാം വിൽപ്പന തുടങ്ങി. 16 കുട്ടികൾ കരള് കരിഞ്ഞ് ചത്തുപോയത് കാരണം അന്വേഷിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഈ മരുന്ന് കയറിയിട്ടാണെന്ന് മനസ്സിലായി. സിംഗപ്പൂർ നിരോധിച്ചു, ലോകാരോഗ്യ സംഘടന നിരോധിച്ചു, 180 രാജ്യങ്ങൾ നിരോധിച്ചു. ശ്രീലങ്ക നിരോധിച്ചു. നിമേസുലൈഡ് എന്നാണ് ഇതിൻ്റെ ജനറിക് നെയിം. പാരാസിറ്റമോളിൻ്റെ സുപ്പീരിയർ ടു പാരാസിറ്റമോൾ. ഇനി നിമിലിഡ് എന്ന് പറയുന്ന ഒരു സാധനം, മാംഗോ ടേസ്റ്റ്. നിങ്ങളുടെ കുട്ടിക്ക് വെള്ളം വേണ്ട, കുട്ടി അത് കഴിച്ചോളും. കുട്ടിയുടെ കഥ പിന്നെ അത് കഴിച്ചോളും. പക്ഷെ കുട്ടികളുടെ എണ്ണം കുറയണ്ടേ? കുട്ടികളുടെ എണ്ണം കുറച്ച് സായിപ്പിന് വിവരം കൊടുക്കണ്ടേ? സായിപ്പ് അവിടെ ഇരുന്ന് നടക്കുക, ഇന്ത്യ ഗവൺമെന്റ് തലക്കെട്ടി ചവിട്ടണുണ്ട്, നീ കുറക്കണ്ടത്തേം കുറച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സാധനമൊന്നും അടുത്ത കാലത്തൊന്നും ഇന്ത്യയിൽ നിരോധിക്കാൻ പോണില്ല. എൻഡോസൾഫാൻ നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഗുസ്തി നമ്മുടെ കൺമുമ്പിൽ ഇരിക്കുകയാണ്. ഭീകരരൂപികളായ ദയനീയ ജന്മങ്ങൾ. പക്ഷേ സർക്കാർ പറയണത് തെളിവായിട്ടില്ല. പഠിക്കട്ടെ. ഓരോരുത്തർ പഠിക്കുമ്പോഴും പിന്നെയും പഠിക്കൽ വരികയാണ്. കാരണം പാർലമെന്റിൽ ഇരിപ്പുണ്ട് വിജയ് മല്യ, എൻഡോസൾഫാൻ മുതലാളി. ബയർ എന്ന് പറയുന്ന ലോക ഭീകര മരുന്ന് കീടനാശിനി കമ്പനി. എല്ലാ ഇംഗ്ലീഷ് മരുന്ന് കമ്പനികൾക്കും കീടനാശിനിയുണ്ട്. എല്ലാ കീടനാശിനികൾക്കും ഇംഗ്ലീഷ് മരുന്നുണ്ട്. അതിൽ അങ്ങോട്ടെല്ലാം കെമിക്കൽ സപ്ലൈ ചെയ്യുന്ന ഒരാൾ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അയാൾ പറഞ്ഞു, സാറേ മരുന്ന് കമ്പനിക്കും കീടനാശിനി കമ്പനിക്കും ഒരേ കെമിക്കലാണ് സാറേ. ആണ്. സസ്യങ്ങളുടെ രോഗങ്ങൾക്കുള്ള ഇംഗ്ലീഷ് മരുന്ന് കീടനാശിനി, മനുഷ്യൻ്റെ രോഗത്തിനുള്ള ഇംഗ്ലീഷ് മരുന്ന് രണ്ടും ഒന്ന് തന്നെയാണ്. ഡോസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്നുള്ളത് നമ്മുടെ ആളുകൾ അറിയുന്നില്ല. ഇനി HB ഫാസ്റ്റ് എന്ന് പറയുന്ന ഇരുമ്പ് ഗുളികയാണ്. രക്തത്തിൽ ഇരുമ്പുണ്ട്. അപ്പോൾ രക്തത്തിൽ ഇരുമ്പുള്ളത് കൊണ്ട് കാന്തം പിടിക്കണം അല്ലേ? രക്തത്തിൽ കാന്തം പിടിക്കുമോ? പിടിക്കില്ല. അപ്പോൾ രക്തത്തിലുള്ള ഇരുമ്പ് എന്ന് പറയുന്ന കാന്തം പിടിക്കുന്ന തരത്തിലുള്ള ഇരുമ്പല്ല. മുരിങ്ങയിൽ അല്ലെങ്കിൽ നെല്ലിക്കയിൽ ഇരുമ്പുണ്ട്. നെല്ലിക്കയിൽ കാന്തം പിടിച്ചാൽ ചാടുവോ? അപ്പോൾ ശരീരത്തിന് വേണ്ടത്
വേറെ തരത്തിലുള്ള അയൺ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ എന്താണ്, ഈ ഇരുമ്പല്ല. ഈ ഇരുമ്പ് പൊടി പൊടിച്ച് കാന്തം പിടിക്കുന്ന തരത്തിലുള്ള ഈ ഇരുമ്പ് ഗുളി ഉണ്ടാക്കി തന്നാൽ അത് കഴിക്കുന്നവർക്ക് എന്ത് പറ്റും? കരളും കിഡ്നിയും തകർന്ന് ചാകും. ചാകുന്നതിന് മുമ്പ് നമുക്ക് എത്ര കിട്ടും? ക്യാൻസർ രോഗ വിദഗ്ധന്മാരുടെ ഒരു ക്യാമ്പിൽ, അവിടെ ഒരു കോൺഫറൻസിന് കേറ്ററിങ്ങിന് പോയ നമ്മുടെ ഒരു പയ്യൻ ഞെട്ടിപ്പോയി. അവൻ ചായ കൊടുക്കാൻ നേരത്ത് അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഡോക്ടർ പറയുകയാണ്, ഒരു ലങ് ക്യാൻസർ ഒക്കെ ആയിട്ട് ലങ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ, ക്യാൻസർ കേസ് വന്നു കഴിഞ്ഞാൽ ഒരു 1.5 കൊല്ലം ജീവിച്ചിരിക്കും. ലങ് ക്യാൻസർ പിടിച്ചൊരു കേസ് വന്നു കഴിഞ്ഞാൽ 1.5 കൊല്ലം ജീവിച്ചിരിക്കും. അതിനുള്ളിൽ 1.5 ലക്ഷം നമുക്ക് പോരും. ചികിത്സിച്ചാൽ 1.5 കൊല്ലം കിട്ടില്ല, നേരത്തെ തട്ടിപ്പോവും. ചികിത്സിക്കാതിരുന്നാൽ ഈ പറഞ്ഞ 1.5 കൊല്ലം കിട്ടുമെന്ന് നമുക്കറിയാം. അതിനുള്ളിൽ ഒരു 1.5 ലക്ഷം നമുക്ക് പോരും. ഇവൻ ഞെട്ടിപ്പോയി. എൻ്റെ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭീകരമാണ് കാര്യങ്ങളെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല.